ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 28 വാഴ്ത്തപ്പെട്ട മാർഗരറ്റ് പോളി. ലണ്ടനിലെ ടവർ ഹില്ലിൽ വെച്ച് തലയറുത്ത് കൊല്ലപ്പെട്ട വിശുദ്ധയാണ് മാർഗരറ്റ്. ഒരു പ്രഭുവിൻ്റെ മകളായിരുന്നു വാഴ്ത്തപ്പെട്ട മാർഗരറ്റ് പോളി. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന എഡ്വേർഡ് നാലാമൻ, റിച്ചാർഡ് മൂന്നാമൻ രാജാവ് എന്നിവരുടെ സഹോദരിയായിരുന്നു മാർഗരറ്റിൻ്റെ അമ്മ. മാർഗരറ്റിന് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ സർ റിച്ചാർഡ് പോളി എന്നൊരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിച്ചു. അവർക്ക് 5 മക്കൾ ജനിച്ചു. മാർഗരറ്റിൻ്റെ മക്കളിൽ ഒരാൾ പിന്നീട് കർദിനാളായി മാറുകയും ചെയ്തു. അധികം വൈകാതെ മാർഗരറ്റ് വിധവയുമായി. അപ്പോൾ രാജാവായിരുന്ന ഹെൻറി 8 സംരക്ഷണമായിരുന്നു മാർഗരറ്റിന്. സാലിസ്ബറിയിലെ പ്രഭുവയായി മാർഗരറ്റിനെ രാജാവ് നിയമിക്കുകയും തൻ്റെ മകളായ മേരി രാജകുമാരിയുടെ ഗാർഹിക അധ്യാപക എന്ന സ്ഥാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ രാജാവിൻ്റെ അധാർമിക പ്രവർത്തികളെ എതിർക്കാൻ മാർഗരറ്റ് ശ്രമിച്ചതോടെ ഹെൻറി അസ്വസ്ഥനായി. മതപരമായ കാര്യങ്ങളിൽ താൻ പറയുന്നതാണ് അവസാന വാക്കെന്ന രാജാവിൻ്റെ നയത്തെ മാർഗരറ്റിൻ്റെ മകനും കർദിനാളുമായ റെനിനാർഡ് പോളി എതിർത്തതോടെ മാർഗരറ്റിൻ്റെ കുടുംബത്തെ മുഴുവൻ തകർക്കാൻ രാജാവ് തീരുമാനിച്ചു. മാർഗരറ്റിൻ്റെ 2 മക്കളെ കൊല്ലുകയും അവളെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. 2 വർഷത്തോളം അവൾ തടവറയിൽ കഴിഞ്ഞു, പീഡനങ്ങൾ ഏറ്റുവാങ്ങി. എന്നാൽ യേശുവിനു വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഒരു ഭാഗ്യമായാണ് മാർഗരറ്റ് കണ്ടത്. ഒടുവിൽ തലയറുത്ത് കൊല്ലപ്പെട്ടതോടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു രക്തസാക്ഷിയാകാനും അവൾക്ക് സാധിച്ചു. 1886 പോപ്പ് ലിയോ 13 മാർഗരറ്റിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു.